യഥാർത്ഥത്തിൽ ആരാണ് ഈ ജെൻസി? ആരാണ് ഈ വാക്ക് ആദ്യമേ കണ്ടുപിടിച്ചത്? ഈ തലമുറയെ കുറിച്ചുള്ള പഠനങ്ങളിൽ ആരും പറയാത്ത ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയ ട്രെൻഡുകളുടെ പിന്നിലെ യഥാർത്ഥ ശാസ്ത്രം ഇതാണ്. സോഷ്യോളജിക്കൽ പഠനങ്ങൾ പ്രകാരം 1997-നും 2012-നും ഇടയിൽ ജനിച്ച ആളുകളെയാണ് ജനറേഷൻ സെഡ് അഥവാ ജെൻസി എന്ന് വിളിക്കുന്നത്. എന്നാൽ ആരാണ് ഈ വാക്ക് കണ്ടുപിടിച്ചത്? ഇത് ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ ഉണ്ടായതല്ല. ഹാർഡിസ് ആൻഡ് കിൻസെൽ എന്ന മാർക്കറ്റിംഗ് റിസർച്ച് കമ്പനിയാണ് 2000-ൽ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. പ്രശസ്തമായ സ്ട്രോസ് ഹൗ ജനറേഷൻ തിയറി പ്രകാരം ജെൻസിയുടെ പിന്നിൽ ആരും അറിയാത്തൊരു വലിയ മനഃശാസ്ത്ര സത്യമുണ്ട്. ഇവരാണ് ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ ഡിജിറ്റൽ നേറ്റീവ്സ്. മുൻ തലമുറകൾ സാങ്കേതികവിദ്യ പിന്നീട് പഠിച്ചെടുത്തതാണ്. എന്നാൽ ജെൻസി ജനിച്ചപ്പോൾ തന്നെ ഇന്റർനെറ്റ് അവരുടെ തലച്ചോറിന്റെ ഒരു ബയോളജിക്കൽ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. ന്യൂറോ മാർക്കറ്റിംഗ് പഠനങ്ങളെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം എന്തെന്നാൽ ജെൻസിക്ക് അറ്റൻഷൻ കുറവാണെന്ന ഒരു വലിയ മിഥ്യയാണ്. പകരം അവരുടെ തലച്ചോർ വികസിപ്പിച്ചെടുത്ത ഒരു 8 സെക്കൻഡ് ഫിൽട്ടർ ആണ് മിനിമം 8 സെക്കൻഡിനുള്ളിൽ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ഏത്, ആവശ്യമില്ലാത്ത ഏതെന്ന് തിരിച്ചറിഞ്ഞ് വേസ്റ്റ് ഇൻഫർമേഷനെ പൂർണ്ണമായി റിജക്ട് ചെയ്യാനുള്ള അതിവേഗ മസ്തിഷ്ക കപ്പാസിറ്റി ഇവർക്കുണ്ട്. മനുഷ്യ ചരിത്രത്തിൽ മറ്റൊരു തലമുറയ്ക്കും ഈ വേഗത ഉണ്ടായിട്ടില്ല. ഒരു കമ്പനി നടത്തുന്ന ആളോ മാതാപിതാക്കളോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്ററോ ആണെങ്കിൽ ജെൻസിയുമായി എങ്ങനെ മികച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ഇതിനായി ഓതൻസിറ്റി ഡെഫിസിറ്റി ഹാക്ക് ഉപയോഗിക്കുക. പരസ്യങ്ങളിലെ വ്യാജമായ മേക്കപ്പുകളോ അധികാര ഭാവങ്ങളോ കാണിച്ച് ഇവരെ പറ്റിക്കാൻ നോക്കരുത്. ഒന്ന്, നിങ്ങൾ സംസാരിക്കുമ്പോൾ അമിതമായി എഡിറ്റ് ചെയ്ത പെർഫെക്ഷൻ കാണിക്കുന്നതിന് പകരം കൂടുതൽ റിയലായ സുതാര്യമായ കാര്യങ്ങൾ മാത്രം പങ്കുവെക്കുക. ഇവർ പദവിയേക്കാൾ വിലമതിക്കുന്നത് സത്യസന്ധതയ്ക്കാണ്. ഇരുന്ന് അവരുടെ കരിയറിലോ ചിന്തകളിലോ അനാവശ്യം ഇടപെട്ട് മൈക്രോ മാനേജ് ചെയ്യാതിരിക്കുക. അവരുടെ അതിവേഗ ചിന്തകളെയും സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചാൽ അവരുടെ സാധ്യമായ ഡിജിറ്റൽ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ വലിയ വിജയമാക്കി മാറ്റാൻ സാധിക്കും. ജെൻസി എന്നത് വെറും ഒരു ട്രെൻഡ് അല്ല, മനുഷ്യന്റെ ചിന്താശേഷിയിലെ അടുത്ത പരിണാമ ഘട്ടമാണ്. അതാണ് യഥാർത്ഥ സോഷ്യോളജിക്കൽ റിയാലിറ്റി. വിപണിയിലെ ശാസ്ത്രത്തിലെ ഇത്തരം കണ്ണുറപ്പിക്കുന്ന രഹസ്യങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ അടിക്കൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.